ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ പഴയ സെറ്റ് സാരിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ പഴയ ഓണത്തിന് ഞാൻ വാങ്ങിയ സാരിയാണ്. ഈ സാരിയുടെ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കുളമാക്കി വെച്ചേക്കുക. അപ്പം ഇത് ഉടുത്തോണ്ട് പോകാൻ കൊള്ളത്തില്ല, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 2-3 വർഷമായ സാരിയാണ്. അപ്പം ഞാനിത് വെച്ചിട്ട് ഒരു വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. ഇപ്പോൾ വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ്, വിഷുവിന് മാത്രമല്ല അത് കഴിച്ചിടാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പ് ഒരു ഡ്രസ്സ് ചെയ്യാൻ പോവാം. ഇതൊരു കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഡ്രസ്സാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കിഡ്സിന് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇതേ സെയിം മെറ്റീരിയലിൽ സെയിം പാറ്റേൺ നമ്മൾ കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റും, അപ്പോൾ വലിയവർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഫ്രണ്ട് പീസ്, ബാക്ക്, പിന്നെ ഫ്രിൽസ് വയ്ക്കേണ്ടത് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ അടിച്ചിട്ട് നമുക്ക് അതിന് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ. പിന്നെ ഞാൻ ഇന്നലെ ഇത് കണ്ടിട്ട് ഞാൻ ഹാൻഡ് പെയിൻറ് ചെയ്തതാണ്. ഞാനിപ്പോൾ ആരി വർക്ക് യൂട്യൂബ് നോക്കി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ആരി വർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ, ഈ സൈഡിൽ കൂടെ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ പഠിച്ചു തുടങ്ങിയതാണ്. ഇനി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഉണ്ട്. ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഈ ലൈനിങ് ഇതിവിടെ ഞാൻ കറക്റ്റ് സ്ക്വയർ ഇങ്ങനെ ഷേപ്പ്, നെക്കിന് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് സ്ക്വയർ അടിച്ചിട്ട് ഇനി നമുക്ക് ഈ ലൈനിങ് അങ്ങ് കട്ട് ചെയ്ത് കളയണം. ലൈനിങ് മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ എൻഡിൽ മാത്രം ഒരു കട്ടിട്ട് കൊടുക്കണം. കട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സ്ക്വയർ കിട്ടാനാണ് നമ്മളിവിടെ ഒരു കട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചെടുക്കണം. ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും റെഡിയാകും. അപ്പം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എംബ്രോയിഡറി ചെയ്യണം. എംബ്രോയിഡറി ചെയ്യാൻ റൗണ്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഫ്ലവറിന് ഒരേ ഷേപ്പ് കിട്ടാനാണ് നമ്മളിങ്ങനെ വരയ്ക്കണേ. ഏതെങ്കിലുമൊക്കെ റൗണ്ട് ഉള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുക്കുക, ഇതിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഇതാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യേണ്ടത്, നമ്മുടെ ഫ്രണ്ട് സൈഡ് ടോപ്പിൻ്റെ. ഇത് നമ്മുടെ കാർബൺ കോപ്പിയാണ്. കാർബൺ കോപ്പി എടുത്ത് ആ ഒരു ഫ്ലവർ എവിടെയാണ് വേണ്ടത് ആ ഒരു റൗണ്ട് വെച്ചിട്ട് ഈ റൗണ്ട് വരച്ചു കൊടുക്കണം. ഇതുപോലെ റൗണ്ട് കിട്ടും. ഒരെണ്ണം ഇവിടെ കാണിച്ചു തരാം. ഇനി നമുക്ക് സ്കെയിൽ എടുത്തിട്ട് കുറച്ച് എല്ലാത്തിനും ഒരേ 1 ഇഞ്ച് വലുപ്പത്തിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതിങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് നമുക്കൊരു ഇത് കിട്ടാനാണ്, ലെങ്ത് എല്ലാത്തിൻ്റെയും കറക്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ട് ത്രെഡ് ഒരു സൺഫ്ലവറിൻ്റെ ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു ഓറഞ്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒരു ഫ്ലവറിന്റെ ലുക്കിൽ കിട്ടാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നിട്ട് മറ്റേ ജമന്തിപ്പൂവിന്റെ ലുക്കാണ് തോന്നണേ, ഓറഞ്ച് കളർ ആയതുകൊണ്ട്. ഇത് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി, നമ്മുടെ ഫ്ലവർ റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സംഭവം ഫുൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെന്റർ ഫില്ല് ചെയ്യണം. സെന്റർ ഫില്ല് ചെയ്യാനൊക്കെ ഫ്രഞ്ച് നോട്ടിട്ട് ഫില്ല് ചെയ്യാം. അത് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സൺഫ്ലവറിന്റെ ലുക്കിൽ കിട്ടിയാണ്. ഞാൻ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഫുൾ ഫ്രഞ്ച് നോട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 മണിയായിട്ടുണ്ട് ഏകദേശം സമയം. ഞാനിപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കുഞ്ഞ് ലീഫും കൂടി വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ എംബ്രോയിഡറി ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ എംബ്രോയിഡറി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം.
എംബ്രോയിഡറി ആണ് ശരിക്കും ഡ്രസ്സിന്റെ ഹൈലൈറ്റ്. ഇത് ഞാൻ പറഞ്ഞില്ല, വിഷുവിന് ഇടാം, എപ്പോൾ വേണേലും ഇടാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഈ ടൈപ്പ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഇതുപോലത്തെ ഒരു എനിക്ക് കൂടെ ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. അതായത് സാരിയിൽ ബാലൻസ് ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി. എന്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് DM ചെയ്തോളൂ. വിഷുവിനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട്, എപ്പോഴും ചെയ്യുന്ന യൂഷ്വൽ ടൈപ്പിൽ നിന്നൊക്കെ മാറി കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈൽ തന്നെയല്ലേ ഈ വിഷു ഓണത്തിനൊക്കെ ഇടുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് വെറൈറ്റി ടൈപ്പ് ഒക്കെ ഇടാൻ നമുക്ക് മാത്രമുള്ള യൂണീക് പീസസ് ആയിരിക്കും. അങ്ങനെ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് DM ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.